എന്താടോ ഈ നേരത്ത് തുടരുന്ന ആലോചന? രാത്രി ഉമ്മറത്തെ സോപാനത്തിൽ കാല് നീട്ടിയിരിക്കുവായിരുന്ന ആമിയുടെ അരികിലേക്ക് ചെന്ന് നേർത്തൊരു ചിരിയോടെ വികാസ് ചോദിച്ചു. ആ നേരത്തവിടേക്ക് ആരെയും പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ അവന്റെ ശബ്ദം ആമിയെ ഒന്ന് ഞെട്ടിച്ചിരുന്നു. എന്താടോ, പേടിച്ചു പോയോ? നിലാവെളിച്ചത്തിൽ അവൾ ഞെട്ടുന്നത് വ്യക്തമായി കണ്ട അവൻ അവൾക്ക് അഭിമുഖമായി ഇരുന്നുകൊണ്ട് ചോദിച്ചു. ഏയ്, നല്ല കാലാവസ്ഥയാണെങ്കിൽ ഊണൊക്കെ കഴിഞ്ഞ് എനിക്കിങ്ങനൊരു ഇരിപ്പ് പതിവാ. വികാസേട്ടൻ ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ലടോ, ഉറക്കം വന്നില്ല. വെറുതെ കുറച്ച് നടക്കാമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാ താനിവിടെ ഇരിക്കുന്നത് കണ്ടത്. അതാ പിന്നെ ഇങ്ങോട്ട് വച്ചു പിടിച്ചത്. ചിരിയോടെ അവൻ പറഞ്ഞതും ആമിയും പുഞ്ചിരിച്ചു. ഇവിടെ വന്നിട്ട് ഇതുവരെ തന്നോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അല്ല, ഇതാദ്യമായിട്ടാണല്ലോ നമ്മൾ മാത്രമായിട്ടിങ്ങനെ. ഒരു മുഖപൂര പോലെ വികാസ് പറഞ്ഞതും ആമിയുടെ അടിവയറ്റിൽ നിന്നും ഒരാൾ മുകളിലേക്ക് പാഞ്ഞു കയറി. അത് തൊണ്ടക്കുഴിയിൽ വന്നൊരു ഘനമായി അടിഞ്ഞുകൂടി. അവൻ വിഷയത്തെ ഏതു വഴിക്കാണ് തിരിച്ചുവിടുന്നതെന്ന ബോധമുണ്ടായിരുന്നെങ്കിലും ആകപ്പാടെ വെപ്രാളപ്പെട്ടു പോയ ആമി മുഖം അവൻ കാണാതിരിക്കാനെന്ന പോലെ ഇരുളിലേക്ക് തിരിച്ചു പിടിച്ചു. മുറ്റത്ത് പൊന്നിൽ പൊതിഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നയുടെ ശിഖരങ്ങൾക്കിടയിലൂടെ ഭൂമിയിലേക്ക് എത്തി നോക്കുന്ന വെണ്ണിലാ വെളിച്ചത്തിൽ അവളുടെ മുഖം മിന്നിത്തിളങ്ങുന്നത് നോക്കിയിരുന്നു കൊണ്ട് വികാസ് വശ്യമായി പുഞ്ചിരിച്ചു. പക്ഷേ ഇതൊന്നും അറിയാതെ തന്റെ ടെൻഷൻ അകറ്റാനെന്ന പോലെ വിരലുകൾ പരസ്പരം കൊരുക്കുകയും അഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആമി. ഡോ, എന്നാ? തനിക്കെന്താ ഒരു വെപ്രാളം പോലെ? ഞാൻ വന്നോണ്ടാണോ? ഏയ്, അങ്ങനെ ഒന്നുമില്ല. ഉറപ്പാണല്ലോ? എന്നാ പറ, തനിക്കെന്നെ ഇഷ്ടമായോ? പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ചതും ആമി വെപ്രാളത്തോടെ അവന്റെ മുഖത്തേക്കൊന്ന് പാളി നോക്കി. ഉള്ളംകാലിൽ നിന്നും ഒരു വിറയൽ ഉടലിലൂടെ പാഞ്ഞ് ശിരസിലേക്ക് കയറുന്നതറിഞ്ഞിട്ടും ആമി ഇരുന്നിടത്തു നിന്നും എണീറ്റ് അവനെതിരെ തിരിഞ്ഞു നിന്നു. എന്താടോ, ഞങ്ങളുടെ ഈ വരവെന്തായാലും വെറുതെ ആയില്ലെന്ന് തനിക്കും അറിയാമല്ലോ. അപ്പോ പ്രധാനപ്പെട്ട കാര്യം ചോദിക്കണ്ടേ? എന്നാലല്ലേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ എൻ്റെ അച്ഛനോ തൻ്റെ അച്ഛനോ പറയുന്നത് കേട്ട് വെറുതെ വേഷം കെട്ടിയിട്ടെന്താ? എനിക്ക് വളച്ചു കെട്ടി ചോദിക്കുന്നതിനോടൊന്നും താല്പര്യമില്ല ആദി. ഞാനെപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇരുന്നിടത്ത് തന്നെ ഇരുന്നു കൊണ്ട് അത്രയും ശാന്തമായിട്ടാണ് പറയുന്നതെങ്കിലും അവൻ്റെ നോട്ടം തൻ്റെ നേർക്ക് തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ആമി അതേ നിൽപ്പ് തന്നെ തുടർന്നു. ഇതെന്ത് പരിപാടിയാടോ? ഞാൻ ഇവിടെ ഇരുന്ന് വാ തോരാതെ സംസാരിക്കുമ്പോൾ താൻ ഇരുട്ടുന്നതെന്തോ നോക്കി നിൽക്കുക. എന്തേലും ഒന്ന് പറയടോ. അവൻ അങ്ങനെ പറഞ്ഞത് എന്തോ തെറ്റ് ചെയ്തൊരു കുട്ടിയെപ്പോലെ ആമി വേഗം അവൻ്റെ നേർക്ക് തിരിഞ്ഞു. അത് പിന്നെ വികാസേട്ടാ, സത്യം പറഞ്ഞാൽ ഞാനൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല. എന്നിട്ടും ഞാനിപ്പോൾ ഒരാളുടെ ഭാര്യയാണ്. ഇഷ്ടമുണ്ട് പോലും ഇല്ല പോലും. അയാൾ കെട്ടിയ താലി എൻ്റെ കഴുത്തിൽ കിടക്കുമ്പോൾ തന്നെ വികാസേട്ടനെ പോലൊരാൾ എന്നോട് ഇത്തരമൊരു ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ആദി. അങ്കിൾ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾക്ക് മുന്നിൽ താനൊന്നുമല്ലാത്തതുപോലെ തോന്നിപ്പോയ വികാസ് വാക്കുകൾക്ക് വേണ്ടി പരതി. ശരിയാണ്, അച്ഛൻ എന്നോടും പറഞ്ഞു. പക്ഷേ നിങ്ങളൊക്കെ ഒന്ന് ഓർക്കണമായിരുന്നു. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് കൂടി ഒരു തകർച്ചയിൽപ്പെട്ട് സ്വയം ഉടഞ്ഞുപോയവളാ ഞാൻ. അതിൽ നിന്നൊക്കെ കരകയറി തുടങ്ങുന്നതേയുള്ളൂ. എന്നിട്ടും അതെല്ലാം അറിഞ്ഞു വെച്ചോണ്ട് ഇങ്ങനെ തിടുക്കപ്പെട്ടൊരു പ്രപ്പോസൽ കൊണ്ടുവരുമ്പോൾ എൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആരുമൊന്ന് ചിന്തിക്കുന്നു പോലുമില്ലല്ലോ ആദി. ഇത്രയൊക്കെ തൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ പിന്നെ അങ്കിൾ ഇങ്ങനെയൊരു പ്രപ്പോസൽ വച്ചപ്പോൾ തന്നെ തനിക്ക് തുറന്നു പറഞ്ഞൂടായിരുന്നോ? വല്ലായ്മയോടെ വികാസ് ചോദിച്ചത് കേട്ട് അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എന്താ വികാസേട്ടാ ഞാൻ പറയേണ്ടത്? ഇച്ചായനോടുള്ള വാശി പോലെയോ? ഇനി അതല്ലെങ്കിൽ പേരുദോഷം കേൾപ്പിച്ച മകൾ വീട്ടിൽ വന്നു നിന്നാൽ ഉണ്ടാകുന്ന നാണക്കേട് ഭയന്ന് ഒഴിപ്പിച്ചു വിടാൻ നോക്കുന്ന പോലെയോ? എടുത്തു ചാടി എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ വിനോദങ്ങളിന് വാക്ക് കൊടുത്ത എൻ്റെ അച്ഛനോട് ഞാൻ എന്താ പറയേണ്ടത്? അപ്പോ ആദി, താൻ പറയുന്നത് തനിക്കെന്നെ ഇഷ്ടമല്ലെന്നാണോ? എന്നല്ല, വികാസേട്ടനെ എനിക്കിഷ്ടമാണ്, അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകനെന്ന നിലയിൽ. അതിനപ്പുറം ഈ 2 ദിവസത്തെ പരിചയം കൊണ്ട് അടുപ്പം തോന്നിയ നല്ലൊരു സുഹൃത്തെന്ന നിലയിൽ. അതിനപ്പുറം മറ്റൊരു സ്ഥാനം തൽക്കാലം ഞാൻ കൽപ്പിക്കുന്നില്ല. ഇപ്പോൾ അതിന് പറ്റിയൊരു മാനസികാവസ്ഥയിലുമല്ല ഞാൻ. ഇറ്റ്സ് ഓക്കേടോ, എനിക്ക് മനസ്സിലാവും. റയാനെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ തനിക്ക് കഴിയുമെങ്കിൽ അതിനിടയിലേക്ക് ഞാൻ ഒരിക്കലും കടന്നു വരില്ല. ആ മനുഷ്യനെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല. ഒരു നിമിഷം പോലും ആലോചിക്കാതെ എടുത്തടിച്ചതുപോലെയുള്ള അവളുടെ പറച്ചിൽ കേട്ടതും വികാസ് അമ്പരപ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ മുഖം ശാന്തമായിട്ടായിരുന്നുവെങ്കിലും കണ്ണുകളിൽ തീവ്രമായ മറ്റെന്തോ ഭാവമായിരുന്നു. കുറച്ചു നാളം മുമ്പ് വരെ എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും വിവാഹത്തെക്കുറിച്ചും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു വികാസേട്ടാ. പക്ഷേ അതൊക്കെ തകർന്നത് ഒറ്റ ദിവസം കൊണ്ടാ. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിലാ റയാൻ പോളിന്റെ താലി എൻ്റെ കഴുത്തിൽ വീണത്. അതിനുശേഷമുള്ള എൻ്റെ ഓരോ ചലനം പോലും ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ട് പോലുമില്ലാത്ത ആരുടെയൊക്കെയോ നിയന്ത്രണങ്ങൾക്കനുസരിച്ചായിരുന്നു. ആ ജീവിതം എന്നെ ഒരുപാട് മാറ്റി.
എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കാൻ പോലും ധൈര്യമില്ലാത്ത മട്ടിൽ ആ വീടും വീട്ടുകാരും താലി കെട്ടിയവനും ചേർത്തന്നെ തകർത്തെറിഞ്ഞിരുന്നു. ഒടുവിലൊരു നികൃഷ്ട ജീവിയെപ്പോലെ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് എൻ്റെ ഭർത്താവ് പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ ഞാൻ അനുഭവിച്ച ആശ്വാസം എത്രയെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. പക്ഷേ ആ ദിവസം മുതൽ ഞാൻ എന്നിൽ വീണ്ടും പ്രതീക്ഷകൾ മൊട്ടിട്ടു തുടങ്ങുകയായിരുന്നു. ഇനി ഒരിക്കലും തുടരാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്ന പഠനം തുടരണമെന്നും ഒരു ജോലി നേടണമെന്നുമൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ അച്ഛൻ വീണ്ടും ഒരു വാശി പോലെ എന്നെ ഒരു വിവാഹമെന്ന വീർപ്പുമുട്ടലിലേക്ക് തള്ളിയിടുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ആമി പറയുന്നതൊക്കെ കേട്ടിരിക്കുമ്പോഴും അവൾക്ക് മുന്നിൽ മുഖത്തെ പുഞ്ചിരി അതേപോലെ പിടിച്ചു നിർത്താൻ നന്നേ പണിപ്പെടുന്നുണ്ടായിരുന്നു വികാസ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ റയാനോടൊപ്പം അവളെയും അരച്ചു കലക്കി കുടിക്കാനുള്ള കലിയുണ്ടായിരുന്നു അവന്. കുറേ ദിവസം ഒരിക്കൽ കൊണ്ടു നടന്ന് പൊറപ്പിച്ചവളെന്ന് പേര് കേൾപ്പിച്ചിട്ട് പോലും എടുത്ത് തലയിൽ വെക്കാൻ തയ്യാറായ എന്നോടവൾ നിന്ന് പ്രസംഗിക്കുന്നു. അവൻ്റെ എച്ചിലായ നിന്നോട് ദിവ്യപ്രേമം ഉണ്ടായിട്ടൊന്നുമല്ലടി പന്നമോളെ കെട്ടിയെടുത്തേക്കാമെന്ന് വിചാരിച്ചത്. നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനോട്ടൊരു കൊട്ടു കൊടുക്കാൻ തന്നെയാ. അവൻ എന്നോട് കളിച്ച അതേ കളി തന്നെ തിരിച്ചു കളിച്ചവൻ്റെ പത്തിക്കടിക്കാൻ എനിക്ക് നിന്നെ വേണം. അതിനുവേണ്ടി മാത്രമാ നീ എന്നെ വിഴുപ്പ് ചുമക്കാൻ ഞാൻ തയ്യാറായത്. ഇരുളിൽ മറച്ചു പിടിച്ച വലത് കൈമുഷ്ടി മുറുക്കി പല്ല് കടിച്ചുകൊണ്ട് വികാസ് മനസ്സിൽ മുരണ്ടു. സാരമില്ലാതി, എല്ലാരും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ തൻ്റെ അഭിപ്രായം പോലും അറിയാതെ എടുത്തു ചാടിപ്പോയി. സോറിഡോ. പക്ഷേ താൻ വിഷമിക്കേണ്ട. ഇതിൻ്റെ പേരിൽ തനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ല. അവരെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ഉള്ളിലെ നിരാശ മറച്ചു വെച്ച് പണിപ്പെട്ട് ചിരിച്ചുകൊണ്ട് വികാസ് പറഞ്ഞു. അവൻ്റെ ആ വാക്കുകൾ ആമയിൽ വല്ലാത്തൊരു ആശ്വാസം പടർത്തുന്നത് തന്നെയായിരുന്നു. അവൾ നന്ദിയോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു. താങ്ക് യു വികാസ് ചേട്ടാ. എന്തിനാടോ? എന്നെ മനസ്സിലാക്കിയതിന്. ഇങ്ങനൊരു സപ്പോർട്ട് കുറച്ചു നാളായി ആരിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ആരും എന്നെ ഒന്ന് മനസ്സിലാക്കിയിട്ടുമില്ല, വിശ്വസിച്ചിട്ടുമില്ല. പക്ഷേ വികാസ് ചേട്ടൻ, അതൊന്നും അത്ര വലിയ കാര്യമാക്കണ്ടടോ. എനിക്ക് മനസ്സിലാകും തന്നെ. ഇതിൻ്റെ പേരിൽ ഞാനൊരിക്കലും തന്നെ മറ്റൊരു രീതിയിൽ കാണില്ല. ഞാനെന്നും തനിക്കൊരു നല്ല സുഹൃത്ത് തന്നെയായിരിക്കും. പുഞ്ചിരിയോടെ അവൻ പറഞ്ഞതും ആമയും ആശ്വാസത്തോടെ ചിരിച്ചു. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ഫ്രണ്ട്സ്. കുടിലത ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ കൈനീട്ടിയതും മറ്റൊന്നും ശ്രദ്ധിക്കാതെ ആമി തൻ്റെ വലങ്കൈ അവൻ്റേതിനോട് ചേർത്ത് വെച്ചു. പിന്നെയും പല വിഷയങ്ങളും അവർക്കിടയിലൂടെ കടന്നുപോയി. വികാസിൻ്റെ തുറന്ന പെരുമാറ്റവും മറ്റുമൊക്കെ കൊണ്ട് ആമിക്കും അവനോടുണ്ടായിരുന്ന ആ കുഞ്ഞി അകൽച്ചയും മറഞ്ഞു പോയിരുന്നു. അതവളുടെ സംസാരത്തിൽ നിന്ന്, നിറഞ്ഞ പുഞ്ചിരിയിൽ നിന്ന് വികാസം മനസ്സിലാക്കിയെടുത്തിരുന്നു. അതവനിലെ സൂത്രശാലിയായ കുറുക്കനെ കൂടുതൽ ഹരം കൊള്ളിച്ചു. ഈ രാത്രിയുടെ ഓർമ്മയ്ക്ക് നമുക്കൊരു സെൽഫി എടുത്താലോ? റയാനെ തകർത്തെറിയാനുള്ള വഴികൾ തേടുന്നതിനിടയിൽ ഒരു പിടിവള്ളിയും അതിലേക്കുള്ള സുഗമമായ വഴിയും തുറന്നു കിട്ടിയ സന്തോഷത്തിൽ വികാസ് ചോദിച്ചതും പുറത്തെ നിലാവെളിച്ചത്തിലേക്ക് നോക്കിയിരിക്കുകയായിരുന്ന ആമി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എന്താടോ? തനിക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഏയ് അതല്ല. നേരത്തെയൊക്കെ എത്ര സെൽഫി എടുത്താലും എനിക്ക് മതിയാവില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് അതൊക്കെ ഞാൻ തീർത്തും മറന്ന മട്ടായിരുന്നല്ലോ എന്നോർത്തു പോയതാ. റയാനെയും തങ്ങളുടെ വിവാഹവും അതിനുശേഷം നടന്ന സംഭവമൊക്കെ ഓർത്തലും വിഷാദഭാവത്തിലായിരുന്നു ആമിയുടെ പറച്ചിൽ. അതൊക്കെ വിട്ട് കളയടോ. ഒക്കെ കഴിഞ്ഞില്ലേ. പിന്നെ എന്തിനാ അതൊക്കെ ഓർത്ത് ഉള്ള സമാധാനം കളയുന്നത്? ഇനിയുള്ളതൊന്നും ഓർത്ത് കളയാനുള്ളതല്ല തൻ്റെ ലൈഫ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളത് പുതിയൊരു ആദിയാണ്. അതുകൊണ്ട് മുഖത്തുനിന്ന് ഈ സങ്കടമൊക്കെ വലിച്ചു കയറി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചിരിക്കടോ. നമുക്കൊരു പിക്കെടുക്കാം. വികാസ് പറഞ്ഞതും ദീർഘമായെന്ന് നിശ്വസിച്ചു കഴിഞ്ഞ ദിനങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ പറിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ആമി പുഞ്ചിരിച്ചു. ഇതാണ് ഈ ചിരിയാടോ തൻ്റെ ഭംഗി. വികാസ് പറഞ്ഞതിന് മറുപടിയായി അവൾ വെറുതെ ഒന്ന് ചിരിച്ചു. അവൻ തൻ്റെ ഫോണെടുത്ത് ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് അവൾക്കരികിലേക്കിരുന്നു. പാൽപുഞ്ചിരി പൊഴിച്ചു നിൽക്കുന്ന നിലാവിനേക്കാൾ മനോഹരമായി പുഞ്ചിരിക്കുന്നവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ തന്നെ അവൻ ക്ലിക്ക് ചെയ്തു. വാവ്, സൂപ്പർ, ഒന്നൂടെ പറഞ്ഞതും അത്രമേൽ സ്വാതന്ത്ര്യത്തോടെ ആമിയുടെ തോളിൽ കൂടി കൈയിട്ടിരുന്നു അവൻ. ആദ്യം അവൻ്റെ പ്രവൃത്തിയിൽ തെല്ലമ്പരപ്പ് തോന്നിയെങ്കിലും കുറച്ചു മുമ്പ് അവനോട് സംസാരിച്ചതിൻ്റെ അടുപ്പത്തിൽ അവൾ പുറമേ ഭാവിക്കാതെ അവൾ പുഞ്ചിരിയോടെ തന്നെ ഇരുന്നു. വികാസ് ആ പോസ് മനോഹരമായി ക്ലിക്ക് ചെയ്തു. എന്നാ പിന്നെ നമുക്ക് പോയി കിടന്നാലോ? എനിക്ക് ഉറക്കം വരുന്നു വികാസ് ചേട്ടാ. കുറച്ചു സമയം കൂടി സംസാരിച്ചിരുന്ന ശേഷം പതിയെ എണീറ്റുകൊണ്ട് ആമി പറഞ്ഞു. താൻ ചെല്ല്. എനിക്ക് കുറച്ച് സമയം കൂടി ഇവിടെ ഇരിക്കണം. ഗുഡ് നൈറ്റ്. ഇനിയും അവളെ കൂടുതൽ സമയം പിടിച്ചിരുത്താൻ ശ്രമിച്ച് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഇമേജ് കളയണ്ടെന്ന് കരുതിയായിരുന്നു വികാസ് അങ്ങനെ പറഞ്ഞത്. ഗുഡ് നൈറ്റ് ഡോ. ആമി അകത്തേക്ക് 1-2 ചുവടുകൾ വെച്ചതും വികാസിൻ്റെ പിൻവിളി എത്തിയിരുന്നു. അത് കേട്ട് ആമി തിരിഞ്ഞ് ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? താൻ അല്ലെങ്കിൽ വേണ്ടടോ, താൻ പോയി കിടക്കാൻ നോക്ക്. വികാസേട്ടൻ എന്താ ചോദിക്കാൻ വന്നത്? ഇനി അതറിയാതെ പോയി കിടന്നാൽ എനിക്കൊരു സമാധാനം കിട്ടില്ല.
വീണ്ടും തിരികെ വന്ന് പഴയ സ്ഥാനത്ത് തന്നെ ഇരുന്നു കൊണ്ടായിരുന്നു ആമിയുടെ പറച്ചിൽ. വേറൊന്നുമല്ലടോ, റയാന് ഇനി ഒരിക്കലും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ചോദിക്കുക. ഒരു പക്ഷേ തൻ്റെ ലൈഫിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, റയാൻ തൻ്റെ കഴുത്തിലെ താലി കെട്ടിയില്ലായിരുന്നുവെങ്കിൽ എനിക്കെന്തെങ്കിലും സ്കോപ്പ് ഉണ്ടായിരുന്നോ തൻ്റെ ലൈഫിൽ? തൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നുകൊണ്ട് ചോദിക്കുന്നവനോട് എന്തു മറുപടി പറയണമെന്നറിയാതെ മരവിച്ചൊരവസ്ഥയിലായിരുന്നു ആമിയപ്പോൾ. എങ്കിലും ഒട്ടൊരു നേരത്തിന് ശേഷം അവൾ മൃദുവായൊന്ന് പുഞ്ചിരിച്ചു. അതിന് ഒറ്റ വാക്കിലൊരു മറുപടി പറയാൻ എനിക്കറിയില്ല വികാസേട്ടാ. ഒന്നുറപ്പാ, എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു സ്ഥാനം ഇപ്പോൾ വികാസേട്ടനുണ്ട്. അതുമാത്രമല്ല, ഒരാണിൻ്റെ പാതിയാകണമെന്നുള്ള സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയ കാലത്ത് ഞാൻ ആഗ്രഹിച്ച പലതും വികാസേട്ടനിലുണ്ട്. ഇതുപോലൊന്ന് മനസ്സിലാക്കാനും ആശ്വസിപ്പിക്കാനുമൊക്കെ കഴിയുന്ന ഒരാളിലേക്ക് പെൺകുട്ടികൾ വേഗം അടുത്തു പോകും. എൻ്റെ ജീവിതം ഇങ്ങനെയൊന്നുമല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനും. അവൾ പറഞ്ഞു നിർത്തിയതും വികാസ് മൃദുവായി പുഞ്ചിരിച്ചു. മതിയടോ, തൻ്റെ മനസ്സിൽ കയറാനുള്ള എന്തെങ്കിലും ക്വാളിറ്റി എനിക്കുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു എനിക്ക്. കൂടുതൽ സംസാരത്തിനൊന്നും നിൽക്കാതെ തൻ്റെ റൂമിലേക്ക് പോകുന്നവനെ നോക്കി നിൽക്കുമ്പോൾ ആമിയുടെ ചുടികളിലും നേർത്തൊരു പുഞ്ചിരി തത്തി കളിച്ചിരുന്നു. പുറത്തേക്ക് പോയിരുന്ന റീജു തിരികെ എത്തുമ്പോൾ രാത്രി ഏറെ വൈകിയിരുന്നു. അവൻ സ്റ്റെയർകേസ് കയറി മുകളിലെത്തുമ്പോൾ അവിടുത്തെ കോമൺ ബാൽക്കണിയിലിട്ട ഊഞ്ഞാലിലിരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുകയായിരുന്നു റയാൻ. അവനെ കണ്ടതും ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിപ്പോയ മുഖം വെട്ടിത്തിരിച്ചുകൊണ്ട് അവൻ തൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. ഒന്ന് നിന്നേ! റയാൻ വിളിച്ചതും തൻ്റെ ഇഷ്ടക്കേട് മുഴുവൻ മുഖത്ത് പ്രകടമാക്കിക്കൊണ്ടായിരുന്നു റീജോ തിരിഞ്ഞു നോക്കിയത്. എന്താ? ഏയ് ഒന്നുമില്ല. കളരിക്കലെ ഇളയ സന്താനത്തെ ഒന്ന് കാണാൻ വിളിച്ചതാ. എന്തേ, പിടിച്ചില്ലേ? ഇല്ലെങ്കിലോ? ഒരു തവണ നിങ്ങൾ എന്നെ ഒന്ന് മേഞ്ഞു വിട്ടതാ. അത് ഒരേ ചോരയല്ലേന്ന് കരുതി ഞാനങ്ങ് പുറത്തു. പക്ഷേ ആ ആനുകൂല്യം പ്രതീക്ഷിച്ച് ഇനിയും നിങ്ങളെൻ്റെ നേർക്ക് വന്നാൽ നീ എന്നെ എന്നാ ചെയ്യുമടാ? അതപ്പോൾ കാണാം. എന്നതായാലും ഇനി ക്ഷമിക്കത്തില്ല, അത് ഉറപ്പിച്ചോ. പരസ്പരം വെല്ലുവിളിക്കുന്ന പോരുകോഴികളെ പോലെ കണ്ണുകളിലേക്ക് തന്നെ തുറച്ചു നോക്കി നിൽക്കുമ്പോൾ എതിരെ നിൽക്കുന്നത് സ്വന്തം ചോരയാണെന്ന ഭാവമുണ്ടായിരുന്നില്ല അവരിൽ ഇരുവരിലും. നീ എന്നോട് ക്ഷമിക്കുമൊന്നും വേണ്ട. പക്ഷേ ഇങ്ങനെ നിവർന്നു നിന്ന് വെല്ലുവിളിക്കാൻ നിന്റെ നട്ടലിന് ബലം കാണുമോയെന്ന് ആലോചിച്ചിട്ടു മതി ഇനിയും നിന്റെ കന്നുതിരിവുകൾ. ഒന്നിനും വരേണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷേ കൂടപ്പുറപ്പല്ലേ എന്ന് ഓർത്തപ്പോൾ പറയാതിരിക്കാനും പറ്റുന്നില്ല. അവസാന വാചകം പറഞ്ഞതും റയാൻ്റെ സ്വരമെന്ന് ഇടറിപ്പോയിരുന്നു. പക്ഷേ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല റീജോ. ഞാൻ എന്നെ കന്നന്തിരിവ് കാണിച്ചെന്നാ? നീ ഒന്നും കാണിക്കാഞ്ഞിട്ടാണോടാ കോളേജിൽ കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നതെന്നും പറഞ്ഞ് ഇച്ചായൻ്റെ മുന്നിൽ നിൻ്റെയും നിൻ്റെ ഫ്രണ്ട്സിൻ്റെയും പേരിൽ കംപ്ലൈൻറ്റ് കിട്ടിയത്? നിന്നെ പഠിക്കാനാ വിടുന്നത്, അല്ലാതെ കഞ്ചാവ് കച്ചവടത്തിനും പെണ്ണു പിടിക്കാനൊന്നുമല്ല. ദേ, നിങ്ങൾ മിന്നുകെട്ടിയ ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ എൻ്റെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ. പറഞ്ഞു തീർന്നതും റയാൻ്റെ കൈ ഊക്കിൽ അവൻ്റെ ഇനി മേലിൽ അവളുടെ നേരെ നിന്റെ ഒരു നോക്കോ വാക്കോ നീണ്ടാൽ ഇതായിരിക്കില്ല എൻ്റെ പ്രതികരണം. അനിയന് കോപ്പന്നൊക്കെ ഞാനങ്ങ് മറക്കും, പറഞ്ഞേക്കാം. പിന്നെ നിന്റെ കൊള്ളരുതായ്മയുടെ പേരിൽ ഈ തറവാട്ടിൽ പോലീസ് കയറി ഇറങ്ങാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിങ്ങാ. നിർത്തിക്കോ. ഇന്നുകൊണ്ടല്ല. തൻ്റെ കണ്ണുകൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നവനെ നോക്കി നിൽക്കെ റീജോയിൽ പകയാളി. റയാനെ അലച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യമായിരുന്നു ആ നേരത്ത് അവനിൽ ഉണ്ടായിരുന്നത്. അത് കണ്ടെങ്കിലും മൈൻഡ് ചെയ്യാതെ തിരിഞ്ഞു നടക്കുമ്പോൾ റയാനിൽ നിറഞ്ഞിരുന്നത് പുച്ഛം മാത്രമായിരുന്നു. റയാൻ പോളൊന്ന് നിന്നേ!